നടുവിന് നല്ല പെയിനാണ്. പെയിൻ കൂടുമ്പോൾ നമ്മൾ ഫ്രസ്ട്രേറ്റഡോ ഇറിറ്റേറ്റഡോ എൻ്റെ ചുറ്റുള്ളവരുടെ സന്തോഷത്തെ കൂടി ബാധിച്ചു തുടങ്ങിയപ്പോഴാണ് എൻ്റെ കൊളീഗിൻ്റെ അപ്പ ഡോക്ടർ അശ്വിൻ ശങ്കർ IREC ബാക്ക് പെയിൻ ക്ലിനിക്കിനെ പറ്റി എന്നോട് പറയുന്നത്. നടുവേദനയുമായി സ്ഥിരമായി വരുന്നത് പ്രധാനമായും IT പ്രൊഫഷണൽസ്, പിന്നെ വീട്ടമ്മമാർ. കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുക, അതുപോലെ അലക്ഷ്യമായി ഭാരം കൈകാര്യം ചെയ്യുക, ഇതെല്ലാം തന്നെ ഈ കാറ്റഗറിയിലുള്ള എല്ലാവർക്കും നടുവേദനയ്ക്ക് കാരണമായി മാറുന്നുണ്ട്. നടുവേദന ഇപ്പം എൻ്റെ ചിന്തയിൽ പോലും ഇല്ല. സത്യത്തിൽ എൻ്റെ സന്തോഷം കൂടിയാണ് ഇവർ തിരിച്ചു തന്നത്. വുമൻസ് ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ സാന്താ റാലി നടത്തി. ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങളുടെ ഭാഗമായി കൊച്ചിൻ സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ ഭാഗമായുള്ള വിമൻസ് ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ബോൺ നാട്ടാലെ സാന്താ റാലി സംഘടിപ്പിച്ചു. ഫോർട്ട് കൊച്ചി വെളി മൈതാനത്തിൽ നിന്ന് ആരംഭിച്ച റാലി വാസ്കോഡ ഗാമ സ്ക്വയറിൽ സമാപിച്ചു. റാലി KJ മാക്സി MLA ഉദ്ഘാടനം ചെയ്തു. എനിക്ക് തോന്നുന്നത് കൊച്ചിയല്ല, നമ്മുടെ കേരളം തന്നെ കാണുന്ന ഏറ്റവും വലിയ സാന്താ റാലി ആയിരിക്കുന്നത്. അത്ര ഗംഭീരമായിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് കൊച്ചിൻ സോഷ്യൽ സർവീസ് സൊസൈറ്റി ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. ഒരു ക്രിസ്മസ് ഒക്കെ വരുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് സാന്റയായിരിക്കും. ക്രിസ്മസ് കഴിയുന്നവരെ എവിടെ നോക്കിയാലും സാന്റയുടെ പല പല വേഷങ്ങളിൽ എവിടെ നോക്കിയാലും, TV തുറന്നാലും സോഷ്യൽ മീഡിയയിൽ പോയാലും നാട്ടിലിറങ്ങിയാലും ഒക്കെ കാണാൻ കഴിയുന്ന ഒന്നാണ്. എല്ലാവർക്കും ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള ദിവസങ്ങളാണ് ഈ ക്രിസ്മസ് ന്യൂ ഇയർ എന്നൊക്കെ പറയുന്നത്. എല്ലാവർക്കും, കുട്ടികൾക്കായാലും പ്രായമുള്ളവർക്കായാലും എല്ലാവർക്കും ആ സന്തോഷ ദിനങ്ങളിലേക്ക് നമ്മൾ കടക്കുമ്പോൾ കൊച്ചിൻ സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ അച്ഛൻ പറഞ്ഞതുപോലെ 2 സന്ദേശങ്ങളാണ് കൊടുക്കുന്നതിൻ്റെ ഭാഗമായി. ആ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഏറ്റവും പ്രധാനം. 2 ഇമ്പോർട്ടൻ്റാണ്. ക്യാൻസർ രോഗം വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും നമ്മളുടെ ഡ്രഗ്സിലേക്ക് പോകാതിരിക്കാനുള്ള കാര്യങ്ങളും. ഇത് 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2. ഫാദർ അഗസ്റ്റിൻ കടേപ്പറമ്പിൽ അധ്യക്ഷനായി. MS ഫൈസൽ ഫ്ലാഗ് ഓഫ് ചെയ്തു. സ്ത്രീകളും കുട്ടികളും അടക്കം വലിയ ജനപങ്കാളിത്തമാണ് റാലിയിൽ ഉണ്ടായിരുന്നത്. ക്രിസ്മസ് പുതുവത്സര സന്ദേശങ്ങൾ ഉയർത്തിപ്പിടിച്ചാണ് സാന്താ വേഷധാരികളോടെ റാലിയിൽ അണിനിരുന്നത്. ബെന്നി ഫെർണാണ്ടസ്, ആന്റണി കുരുത്തറ, ലാലി സേവ്യർ, ഷൈനി മാത്യു, മഞ്ജുള അനിൽകുമാർ എന്നിവർ പരിപാടിയിൽ സംസാരിച്ചു. സേ നോ ടു ഡ്രഗ്സ്, സമാധാനത്തിന്റെ സന്ദേശം, സമൂഹ ഐക്യവും സന്തോഷവും, ആശാ കെയർ ക്യാൻസർ പ്രൊജക്ട് സന്ദേശം പങ്കുവയ്ക്കുന്ന സന്ദേശങ്ങളോടെയാണ് റാലി സമാപിച്ചത്. സമൂഹത്തിൽ കൃത്യമായ ഇടപെടലുകൾ നടത്തുന്ന സംഘടന, സ്ത്രീകളുടെ ശാക്തീകരണത്തിനായിട്ട് സ്ഥാപിക്കപ്പെട്ട സംഘടന, വിവിധ തലങ്ങളിൽ തനതായ രീതിയിൽ സംഘടനയുടെ സ്വാധീനം നമുക്ക് കൊച്ചിയിൽ കാണാനായിട്ട് സാധിക്കും. കഴിഞ്ഞ 10 വർഷങ്ങളായിട്ട് വൈറ്റ്സ് അല്ലെങ്കിൽ വിമൻസ് ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് സൊസൈറ്റി നടത്തിവരുന്ന ക്യാൻസർ കെയർ പ്രോജക്റ്റാണ് ആശാകിരണം ക്യാൻസർ കെയർ പ്രോജക്റ്റ്. ഇന്ന് ഒരു ബോധവൽക്കരണ റാലി കൂടിയാണ്. നോ ടു ക്യാൻസർ, അതേപോലെ തന്നെ നോ ടു ഡ്രഗ്സ്. ഇതാണ് ഇന്നത്തെ റാലി കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. സമൂഹത്തെ കാർന്നു നിന്നുകൊണ്ടിരിക്കുന്ന ക്യാൻസർ, ഒപ്പം തന്നെ സമൂഹത്തെ പിടിമുറക്കിക്കൊണ്ടിരിക്കുന്ന ലഹരി, ഇതിൽ നിന്നൊക്കെ മോചനം കിട്ടത്തക്ക രീതിയിൽ ഒരു അവബോധം സമൂഹത്തിന് നൽകുകയാണ് ഈ സാന്താ റാലിയുടെ ഉദ്ദേശ്യം എന്ന് പറയുന്നത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി.